സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന 3 പായസം റെസിപ്പീസാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പരിപ്പ് പായസം, അതുപോലെ തന്നെ കുക്കറിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു പാൽ പായസം, അത് മട്ടയരി വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെ നമ്മുടെ തനതായ രുചിയിലൊരു സേമിയ പായസം. ഇത്രയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കിയെടുക്കുന്ന നമ്മുടെ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ പരിപ്പ് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ കളറ് മാറി വരുന്നത് വരെ വറുത്തെടുക്കണം. നമ്മുടെ ഈ പായസത്തിൻ്റെ ഒരു രുചി രഹസ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ചെറുപയർ പരിപ്പ് ഇതുപോലെ വറുത്തെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മളിത് കഴുകിയിട്ടല്ല വറുക്കുന്നത്, വറുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ചെറുപയർ പരിപ്പിന് 2 കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ മതിയാവും നമുക്കിത് വെന്ത് കിട്ടാൻ. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ശർക്കര ഒന്ന് ഉരുക്കി വെക്കണം. 1/4 കപ്പാണ് കേട്ടോ ഞാൻ ശർക്കര എടുത്തിരിക്കുന്നത്. 1/4 കപ്പിന് ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ശർക്കര കൂട്ടിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 കപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിച്ച് നല്ല പാനിയാക്കിയ ശേഷം അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അടുത്തത് തേങ്ങാപ്പാലിനായിട്ട് ഒരു തേങ്ങ ചിരകിയെടുത്തതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1-ാം പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2-ാം പാലും എടുത്ത് പിഴിഞ്ഞ് റെഡിയാക്കി വെക്കുന്നു. കുക്കറിൻ്റെ പ്രഷറൊക്കെ മുഴുവനായിട്ട് പോയ ശേഷം നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി ഇതുപോലൊരു കയ്യിലുകൊണ്ട് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെറിയ ഉടയാതെ കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഈ കയ്യിലുകൊണ്ട് അങ്ങ് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി ഇതുപോലെ വറ്റി കിട്ടണം. ഇനി ഇതിലേക്ക് 2-ാം പാല് ചേർക്കാം. 2-ാം പാലിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 സ്പൂൺ വീതം ചുക്ക് പൊടിച്ചതും അതുപോലെ ജീരകം പൊടിച്ചതും ചേർക്കണേ. ഞാനത് എടുത്തപ്പോൾ ഇതിനകത്തേക്ക് റെക്കോർഡായില്ല, മറക്കാതെ അതും ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു 3 മിനിറ്റ് നേരത്തോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്കൊന്ന് കുറുകി കിട്ടും. അതിന് ശേഷം വേണം നമ്മൾ 1-ാം പാല് ചേർക്കാൻ. കണ്ടോ, ഈ ഒരു പരുവത്തിന് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ പായസത്തിന് ആ ഒരു പ്രത്യേക ഒരു രുചി കിട്ടുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1-ാം പാല് ചേർക്കുകയാണ്. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കില്ല. 1-ാം പാല് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം. ഒരു 3-4 സ്പൂണോളം നെയ്യെടുത്ത് അതിലേക്ക് ഒരു 2-3 സ്പൂൺ തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പിടി കശുവണ്ടി കൂടെ ചേർക്കാം. കശുവണ്ടി ഒന്ന് മൂത്ത് തുടങ്ങിയാൽ നമുക്കതിലേക്ക് ഒരു പിടി ഉണക്കമുന്തിരി കൂടെ ചേർത്ത്, ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ പരുവത്തിൽ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുക്കറിൽ തയ്യാറാക്കിയെടുക്കുന്ന പരിപ്പ് പ്രഥമൻ. സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ. അടുത്തത് നമുക്കിനി കുക്കറിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ സാധാരണ പാൽപ്പായസം തയ്യാറാക്കുന്നത് പായസം നുറുക്കെന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും, ആ അരി വെച്ചിട്ടാണ്. ഇന്ന് നമ്മൾ ചോറ് വയ്ക്കുന്ന സാധാ മട്ട അരി വെച്ചിട്ടാണ് കേട്ടോ ഈ പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 ഗ്ലാസ്സാണ് കേട്ടോ അരി എടുത്തിരിക്കുന്നത്. മട്ട അരിയാണ്. നിങ്ങൾക്ക് അരി കാണുമ്പോൾ അറിയാമല്ലോ, അത് ചെറിയ അരിയാണ്, ഉണ്ട അരി എന്ന് പറയില്ലേ, അതാണ്. നമ്മൾ ലോങ് ഗ്രെയിൻ ആണ് എടുക്കുന്നതെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അതല്ല ഈ അരി തന്നെയാണെങ്കിലും ഒന്ന് നുറുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ നുറുക്കിയെടുക്കാം. ഇനി അരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയ ശേഷം ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂർ നേരം നമ്മുടെ അരി നന്നായിട്ട് കുതിർത്തി വെക്കണം. അത് നിർബന്ധമായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പാലും പഞ്ചസാരയൊക്കെ ഒഴിച്ച് വേവിക്കുമ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഒന്ന് നുറുക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ കൂടെ ഒരു 45 മിനിറ്റ് എങ്കിലും ഇതൊന്ന് കുതിർത്തി വെക്കണേ. കുക്കറിലാണ് അപ്പോൾ നമ്മൾ പായസം തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പായസം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കുക്കർ എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ പാല് പിരിഞ്ഞു പോവും. പ്രത്യേകിച്ച് ഈ പരിപ്പിൻ്റെ അകമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഇതിന് മുമ്പ് എന്തെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുളിപ്പൊക്കെ ഇരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഈ നോസിലിൻ്റെ ഉള്ളിലൊക്കെ എത്ര വൃത്തിയായിട്ട് കഴുകി വെച്ചു എന്ന് പറഞ്ഞാലും പായസം വെക്കാൻ എടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി, പറ്റുമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താലും അത്രയും നല്ലതാണ് കേട്ടോ. അതുപോലെ കുറച്ച് വലിയ കുക്കർ എടുക്കാനും ശ്രദ്ധിക്കുക. ഞാനിവിടെ ഇപ്പോൾ 1 ലിറ്റർ പാലിനാണ് പായസം വെക്കുന്നത്. അപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ കുക്കർ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്ന് വീണ്ടും ഇളക്കിയിട്ട് വെന്തോന്ന് നോക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചൊക്കെ തിളപ്പിക്കുമ്പോഴും നമ്മുടെ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന അത്രയേ സമയത്തിന് ശേഷം മാത്രം
നമ്മുടെ കുക്കർ തുറന്നാൽ മതി. പായസം തയ്യാറാക്കാനായിട്ട് നമ്മുടെ കുക്കർ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇതാ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും സൈഡിൽ നിന്ന് പതുക്കെ ഇതുപോലെ പഞ്ചസാര ഉരുകാനായിട്ട് തുടങ്ങും. ഏതാണ്ട് 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് പതുക്കെ കളറൊക്കെ ഒന്ന് മാറി വരും. ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. അരി ചേർത്ത് ഒന്ന് പെട്ടെന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 10 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് പാല് ചേർക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ക്യാരമൽ കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പഞ്ചസാര ക്യാരമൽ ചെയ്തതിലേക്ക് അരി ഇട്ടിട്ട് വേവിച്ചാൽ ഇത് വേവുമോ എന്നൊക്കെ സംശയം കാണും. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പായസം ഉണ്ടാക്കിയെടുക്കാം. പാല് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്ററാണ്. അപ്പോൾ പാൽ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ അടിയിൽ ആ ക്യാരമൽ നല്ല ഹാർഡായി പോവും, പഞ്ചസാര അങ്ങ് ഹാർഡാവും. പിന്നെ നമ്മൾ ചെറിയ തീയിലിരുന്ന് ഇത് ഇളക്കി കൊടുക്കും തോറും അത് നന്നായിട്ട് ഉരുകി എല്ലാം യോജിച്ച് പാലിൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറി വരും. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി പാല് തിളയ്ക്കാൻ തുടങ്ങിയ ശേഷം മാത്രമേ നമ്മൾ കുക്കർ അടയ്ക്കാവുള്ളൂ. പാല് തിളയ്ക്കണം, ഇതുപോലെ പാല് തിളച്ച് വരണം. ആ സമയത്തിന് നമുക്ക് കുക്കർ അടയ്ക്കാം. ഇതിനി ലോ ഫ്ലെയിമിൽ മാത്രമേ കുക്ക് ചെയ്തെടുക്കാവുള്ളൂ. ഒരു സമയത്ത് പോലും നമ്മളിതിൻ്റെ തീ കൂട്ടി വെക്കരുത്. അതുമാത്രമല്ല 45 മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ സ്റ്റൗവിലിരിക്കണം. ആ ഒരു പെർഫെക്റ്റ് കളർ നമുക്ക് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇതിരിക്കണം. 45 മിനിറ്റിനിടയ്ക്ക് വിസിൽ വരും. അപ്പോൾ പാല് പുറത്തേക്ക് വല്ലാതെ പതഞ്ഞു വരുവാണെങ്കിൽ മാത്രം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ഓണാക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം അരമണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് തുറക്കാവുള്ളൂ. അതിനകത്തുള്ള പ്രഷർ മുഴുവൻ പോയി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളിത് തുറക്കാവുള്ളൂ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ വലിയ കുക്കർ എടുത്തതുകൊണ്ട് ഒത്തിരി ഒന്നും പതഞ്ഞ് പുറത്തേക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് കാണാം ആ പാലിൻ്റെ കളർ ചേഞ്ച് തന്നെ ആ പുറത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ മുഴുവൻ പ്രഷറെല്ലാം പോയി ഞാൻ തുറക്കുകയാണ്. ആ പാലിൻ്റെ കളർ കണ്ടോ, പഞ്ചസാരയിൽ കിടന്ന് ആ പാല് ഏതാണ്ട് 1 മണിക്കൂറിൻ്റെ മുകളിൽ ഇരുന്നില്ലേ. അപ്പോൾ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് വേണമെങ്കിൽ മുഴുവൻ അരിയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ തവി കൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് നിങ്ങൾ നുറുക്കാതെയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ ഒന്നങ്ങ് ഉടച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിരിപ്പുണ്ട്, കളറൊക്കെ മാറി നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ വെറുതെ മട്ടയരി തന്നെ മതി നമുക്ക് പായസം വെക്കാൻ. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ മട്ടയരി കൊണ്ടൊന്ന് വെച്ച് നോക്കണേ. അപ്പോൾ ഇതും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. അടുത്തത് നമുക്കിനി നല്ല തനതായ രുചിയിലുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാര കാരമലൈസ് ചെയ്തോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് കശുവണ്ടി പരിപ്പ് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരി കൂടെ ചേർക്കാം കേട്ടോ. ഉണക്കമുന്തിരി കൂടെ ചേർക്കാം. ഉണക്കമുന്തിരി ഏതാണ്ട് 1 മിനിറ്റ് നേരത്തോളം ലോ ഫ്ലെയിമിൽ നമ്മൾ ഇളക്കി എടുക്കുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് വീർത്ത് വരാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് ഇത് രണ്ടും കൂടെ നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി ആ ബാക്കിയുള്ള നെയ്യിൽ ഒരു 1/4 ഗ്ലാസ് സേമിയയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ വറുത്ത സേമിയയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. വറുക്കാത്ത സേമിയ ആണെങ്കിൽ അതിൻ്റെ കളർ ഈ കാണുന്ന ഒരു ബ്രൗൺ കളറിലാകുന്നത് വരെ ഇത് വറുത്തെടുക്കണം. വറുത്ത സേമിയയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിലാണ് നമ്മളിനി സേമിയ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും നമുക്ക് സേമിയ വെന്ത് കിട്ടാൻ. സേമിയ ഒന്ന് വേവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർക്കുകയാണ് കേട്ടോ. ഞാനൊരു 8 സ്പൂണോളം പഞ്ചസാരയും അതുപോലെ ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ ഒഴിച്ച ആ പാലും വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2.5 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം കൂടെ ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ മുകളിൽ പാലല്ലേ പാട കെട്ടും. അപ്പോൾ പാട കെട്ടാൻ അനുവദിക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ കശുവണ്ടി മുന്തിരി കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു 1/2 സ്പൂൺ നെയ്യൂടെ ഇതിൻ്റെ മുകളിലൊഴിച്ച് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പായസത്തിൻ്റെ വലിയ ചൂട് ഒന്ന് ആറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, മുകളിൽ പാട കെട്ടാതിരിക്കാൻ. നമ്മളിതുപോലെ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ചെറിയ ചൂടിൽ തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. സിമ്പിളല്ലേ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പായസം റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറെയും പായസം റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സദ്യ റെസിപ്പീസ്, ഓണം സദ്യ റെസിപ്പീസ് എല്ലാം തന്നെ ഉണ്ട്, കാണുക.
കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്